ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു മെഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഒത്തിരി പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് സിമ്പിളായി തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്പൈറലിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടിക്കുട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ അടുത്ത 2 സ്പൈറൽസ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഈ സ്പൈറൽസിന് പകരം 3 കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ വലിയ ഫ്ലവർ വരക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് കർവ് വരുന്ന ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് 2 സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ലീവ്സും ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചിട്ട് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത മുകളിൽ സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. താഴ്ഭാഗത്ത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതെന്നുള്ളൂ. ലാസ്റ്റിൽ ആ ഒരു സ്പേസിലും ഒരു കുഞ്ഞു ഡിസൈൻ വരക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ ഫിംഗറിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈനിൻ്റെ ഒക്കെ കർവ് വരുന്ന ഭാഗം ഒന്ന് കട്ടിക്കുട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫിംഗറിലായിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ലൈന് വരച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും 2 സൈഡിലോട്ടും മാറി മാറി നിൽക്കുന്ന രീതിയിൽ ലൈൻസൊക്കെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈനിൻ്റെ ഒക്കെ ഓരോ എൻഡിലും ഒരു കുഞ്ഞു സർക്കിൾ വരച്ചിട്ട് അതിന് ചുറ്റിലൊന്ന് 5 ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചെടുത്ത എല്ലാ കർവ് ചെയ്ത ലൈനിലും ഇതുപോലെ ഒന്ന് കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. ഇങ്ങനെ ഫ്ലവേഴ്സ് വരക്കുന്നതിന് പകരം ഓരോ വലിയ ഡോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഇതേ ഫ്ലവേഴ്സ് മതിയെന്നുണ്ടെങ്കിൽ ഈ കർവ് ചെയ്ത ലൈനുകളിലൊക്കെ ഒരു കുഞ്ഞു സ്റ്റെമ്മ് കൊടുത്തിട്ട് അതിലും കൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈനിലൊക്കെ കുഞ്ഞു കുഞ്ഞു ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഓരോ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലോട്ട് മാറി മാറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഒത്തിരി ഗ്യാപ്പ് വരുന്ന സ്പേസിലൊക്കെ ഓരോ കുഞ്ഞു ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് നേരത്തെ വരച്ച സ്പൈറലിന് താഴെയായിട്ട് കർവ് വരുന്ന ലൈൻസ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിലൊക്കെ ഓരോ സർക്കിൾ വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ലൈൻസിന് മുകളിലൊക്കെ ഗ്യാപ്പിട്ടിട്ട് ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്പേസിൽ ഡിസൈൻ വേണ്ടെന്ന് കരുതിയിട്ടാണ് ആദ്യം സ്പൈറലിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ താഴ്ഭാഗത്ത് തീരെ ബ്ലാങ്കായി നിൽക്കുന്നതുകൊണ്ട് ഒരു കുഞ്ഞു ഡിസൈൻ കൂടെ അവിടെ കൂടെ കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 സൈഡിലോട്ട് മാറി മാറിയിട്ട് ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സിങ് മെഹന്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു ഡിസൈൻ്റെ തുടക്ക ഭാഗത്ത് വരച്ചെടുത്ത സ്പൈറൽസും ലീവ്സും ഒന്നുകൂടെ ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ വരക്കുന്നത് കൂടെ കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ഡിസൈനായിട്ട് വരച്ചെടുത്തതാണ്. ഞാൻ ആ ഡിസൈൻ വരക്കുന്ന ടൈമിൽ മെഹന്തി എന്തോ ഒത്തിരി ലൂസായി വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഇത്തിരി കട്ടി കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉള്ളത് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത്തിരി വലുപ്പത്തിൽ വേണം സ്പൈറൽസ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വരച്ചെടുത്ത സ്പൈറൽസിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലൊന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലീവ്സിന് ശേഷം ഇതുപോലെ ഒന്നൊരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള സ്പൈറൽസിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഡിസൈനിൽ താഴ്ഭാഗത്തെ ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീവ്സ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഡിസൈൻസിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓരോ ഡിസൈൻ വെച്ചിട്ടെങ്കിലും 1-8 ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത്തിരി തിരക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത്തിരി വൈകിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.